ഹായ് ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. വെളുപ്പിന് ഒരു 5 മണിക്ക് തന്നെ പുറപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ ദൂരം ട്രാവൽ ചെയ്തപ്പം ഇതേപോലെ ജസ്റ്റ് ഒരു പ്ലേസ് ഉണ്ടപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ജസ്റ്റ് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കൊച്ചി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിയും കൂടി ആയിരുന്നു, അപ്പോൾ ഒരു ട്രിപ്പ് ആവാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പ്ലാൻ ചെയ്ത് കൊച്ചിയിലോട്ടാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊച്ചി പോണത്. പിന്നെ ഞങ്ങളുടെ റൈഡിന് കൂട്ട് എപ്പോഴും ഞങ്ങളുടെ ബൈക്കിലാണ് കൂടുതൽ നമ്മൾ റൈഡ് പോവാറ്. അതിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോയാലൊന്നും ആ ഒരു ഫീൽ കിട്ടില്ല. അത്രയും രസമാണ് നമുക്ക് ബൈക്കിൽ പോകാൻ. പിന്നെ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ മുനമ്പെത്താറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ വണ്ടി ഒന്ന് സൈഡാക്കി. ഒരു നല്ല അടിപൊളി കായലായിരുന്നു കേട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും കുറേ നേരം ബൈക്കിൽ യാത്രയൊക്കെ ചെയ്ത് മടുത്ത് ക്ഷീണിച്ച് വന്നപ്പം അവിടെ ഇരിക്കാനൊരു ജസ്റ്റ് പ്ലേസ് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കായലിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിന്നു. അപ്പോൾ അവിടെ അപ്പുറത്ത് മീൻ പിടിക്കുകയാണ്. അപ്പോൾ അതും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അവരെങ്ങനെയാണ് ആ മീൻ പിടിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. കുറേ നേരം അവിടെ നിന്ന് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തുടങ്ങിയത്. ബാക്കിൽ കോടമഞ്ഞെന്നൊക്കെ തോന്നും, പക്ഷേ അവരവിടെ പുകയിട്ട് കത്തിച്ചതാട്ടോ. ഇതേപോലെ നമ്മൾക്ക് ഒരു ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. കാരണം കാണാനും അതേപോലെ ഇങ്ങനെ കുറേ നേരം ഇരിക്കാനും ഒരുപാട് സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു പ്ലേസാണിത്. അടിപൊളിയാണ്, വളരെ ഭംഗിയുള്ളൊരു കായലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി കേട്ടോ. ഇതായിരുന്നു നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. പിന്നെ അവിടെ നമ്മൾ ഫ്രഷപ്പായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ ജസ്റ്റ് മറൈൻ ഡ്രൈവ് കാണാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മറൈൻ ഡ്രൈവ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളതിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു. ആ സ്ഥലങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഓരോന്നും കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിൽ കറക്റ്റ് നമ്മൾ 12:15 സംതിങ്ങിനൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു സർബത്തൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നല്ലൊരു കുലുക്കി സർബത്തൊക്കെ വാങ്ങി രണ്ടാളും കുടിച്ച് എന്നാൽ ഇനിയൊരു ബോട്ടിംഗ് ആയാലോ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നെക്സ്റ്റ് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറാം കേട്ടോ. ഒരാൾക്ക് 100 റുപ്പീസ് വെച്ച് രണ്ടാൾക്ക് 200 റുപ്പീസായിരുന്നു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് പിന്നെ നമ്മുടെ ലോകമായിരുന്നു. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളായിരുന്നു ഏകദേശം ഫസ്റ്റ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടി. കുറേ ഫോട്ടോ എടുത്തു, കുറേ റീൽസ് എടുത്തു, കുറേ വർത്തമാനം പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ നേരം ബോട്ടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബോട്ടിലെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അയാൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പോകുന്ന ഓരോ പോർഷൻസും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ വന്നു. അപ്പോൾ ബോട്ടിൽ കയറി, ഇനി ബോട്ട് എടുക്കണം, അതുവരെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഒരാൾ നടക്കില്ല, ചാടൊക്കെ പിടിച്ചിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ ബൈസ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല സൂര്യൻ കറക്റ്റ് അസ്തമിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഈവനിങ്, ആ സമയമായിരുന്നു നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. കായലിലേക്ക് ലൈറ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മൂവ് ഓണായി. അങ്ങനെ നമ്മളിത് ബോൾഗാട്ടി പാലസിൻ്റെ മുന്നിൽ കൂടിയാണ് പോണത്. ഇത് കാണുന്നത് അവിടുത്തെ ഹണിമൂൺ കോട്ടേജസ് ആട്ടോ. ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വളരെ റേറ്റ് കുറവായിരുന്നു എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. 4000 ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ്. സീസണൊക്കെ വരുമ്പോൾ 9000 കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ബോൾഗാട്ടി പാലസ് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നമ്മളൊക്കെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. വെള്ളി നക്ഷത്രവും മൈബോസും ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ എന്താ പറയുക,
ഇഷ്ടമുള്ളൊരു ഷൂട്ടിംഗ് പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബോൾഗാട്ടി പാലസ്. ആദ്യം അത് ബ്രിട്ടീഷുകാരായിരുന്നു, പിന്നെ അവർ പോയപ്പോൾ അത് കൊച്ചി രാജാവിന് കൊടുത്തു, പിന്നെ രാജാവ് അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ഹോട്ടലായിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഏകദേശം നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ട് തിരിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം ഇന്നത്തെ ഈ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, സീ യു.